ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഓൾ ഗുഡ് ആഫ്റ്റർനൂൺ ആക്ച്വലി. അതെ, ഞാൻ വീണ്ടും ലൈവിൽ വന്നിരിക്കുകയാണ്. കാരണം എൻ്റെ ഒരു പാട്ടും കൊണ്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ റീലിട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ ആക്ച്വലി ഞാൻ ഒട്ടും റേഞ്ച് ഇല്ലാത്ത ഒരു സ്ഥലത്തായത് കാരണം എനിക്ക് അപ്ഡേറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. ഞാൻ വീഡിയോ റിലീസ് ചെയ്തെന്ന് പറഞ്ഞ് ഇട്ട വീഡിയോ തന്നെ വളരെ ലേറ്റായിട്ടാണ് നിങ്ങൾക്ക് വന്നത്. അപ്പം കുറേ പേര് എന്നോട് പറഞ്ഞു, ആ കുറച്ച് പോർഷൻ കണ്ടിട്ട് റീല് കണ്ടിട്ട് തന്നെ ആൾക്കാർ ഒരുപാട് പേര് പറഞ്ഞു നല്ല രസമുണ്ട്, കോസ്റ്റ്യൂം നന്നായിട്ടുണ്ട്, നല്ല പാട്ടാണ്, ഇഷ്ടപ്പെട്ടു എന്നൊക്കെ. അപ്പം ആ പാട്ടൊന്ന് യൂട്യൂബിൽ കയറി കാണും കേട്ടോ. ഇതിപ്പോൾ എനിക്ക് ഇൻസ്റ്റയിൽ ഓൾമോസ്റ്റ് 26ൻ്റെ മുകളിൽ 26K അങ്ങനെ എന്തോ വ്യൂവേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അതെനിക്ക് യൂട്യൂബിൽ കിട്ടിയാൽ നല്ല കാര്യമായിരുന്നു. അപ്പോൾ ആ പാട്ട് മൊത്തമായിട്ട് ഫുള്ളായിട്ട് യൂട്യൂബിലുണ്ട്. അപ്പോൾ നിങ്ങൾ പോയി കാണൂ കേട്ടോ. ചേച്ചി കോവലൻ, എന്താ കോവാലനോ എന്താ ഉദ്ദേശിച്ചത്, എവിടെയുണ്ടെന്നോ? ചേച്ചി ഒന്ന് കാണാൻ പറ്റുമോ? പ്രോഗ്രാമിന് ക്ഷണിക്കാനാണ്, ഐലൻഡിലാണെന്നോ? എനിക്ക് പ്രോഗ്രാം എന്തെങ്കിലും വർക്ക് റിലേറ്റഡ് ആണെങ്കിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ നോക്കാം. യൂട്യൂബ് ലിങ്ക് ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആരും എൻ്റെ സ്റ്റോറി നോക്കുന്നില്ലേ? യൂട്യൂബിൻ്റെ ലിങ്ക് ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഡയറക്ടർ സാധിക അല്ലാവും എന്നൊക്കെ. താങ്ക് യു. എന്താണ് വിശേഷം? എൻ്റെ വിശേഷം ഇതാണ്, എൻ്റെ ഒരു മൂവി, ഒരു കുഞ്ഞു മൂവി, ഒരു 52 മിനിറ്റുള്ള ചെറിയൊരു ഫിലിം, ഒരു ട്രയലായിരുന്നു. ഒരു വളരെ പ്രൊഡക്ഷൻ കോസ്റ്റൊക്കെ ഒന്ന് ചുരുക്കിയിട്ട് ചെറിയൊരു ട്രയൽ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട്, എങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുക എന്നൊക്കെ പറയില്ല, അങ്ങനെ എടുത്തൊരു സാധനം. അപ്പോൾ അതിലൊരു 2 സോങ് ആയിരുന്നു. ആ 2 സോങ് ഇപ്പം യൂട്യൂബിൽ സൈൻമാക്സ് എൻ്റർടൈൻമെൻറ്റ്സ് എന്നുള്ള പേജിൽ നമ്മൾ റിലീസ് ചെയ്തു. അതൊന്നൊരു തമിഴ് സോങ്ങാണ്, അഴകാണ് ആട്ടുതൊട്ടിൽ എന്ന് പറഞ്ഞിട്ട്. രണ്ടാമത്തത് പീലിക്കണ്ണിൽ, നിങ്ങൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ പേര് അടിച്ചു കൊടുത്താൽ കിട്ടുമായിരിക്കും. അല്ലെങ്കിൽ മുത്തുമണി തെன்றൽ എന്നാണ് സിനിമയുടെ പേര്, അത് അടിച്ചു കൊടുത്താൽ കിട്ടുമായിരിക്കും. ആ പേരിൽ വേറെ സിനിമയൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. യൂട്യൂബിൽ ഒന്ന് പോയി സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. അപ്പം അതൊന്ന് കണ്ടു നോക്കൂ. അതിൽ ചേച്ചി എൻ്റെ ഫ്രണ്ട് ഒരു ഇൻസ്റ്റാഗ്രാം മത്സര വീഡിയോക്ക്, എന്താ മത്സര വീഡിയോയ്ക്ക് സപ്പോർട്ട് വാങ്ങി തരുമോ ഇന്ന് ലാസ്റ്റ് ഡേറ്റ്. സപ്പോർട്ടോ? എന്താ മനസ്സിലായില്ല എനിക്ക്. അപ്പം എന്തായാലും നിങ്ങൾ കണ്ടിട്ട് എന്നോട് അഭിപ്രായം പറയൂട്ടോ, എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? തമിഴ് സോങ് കേൾക്കാൻ രസമുണ്ട് ചേച്ചി, താങ്ക് യു സോ മച്ച് സനിൽ. അപ്പം ഇനി മലയാളം പേരും മലയാളം പേര് മാറ്റിയോന്ന് വെച്ചപ്പോൾ മലയാളം പാട്ടും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. നല്ല നല്ല പാട്ടാണെന്നാണ് എനിക്ക് ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞത്. കുറേ കാലത്തൊരു മെലഡി കേട്ട ഒരു ഫീൽ ഉണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് പേര്, കേട്ട ആൾക്കാർ. അതേപോലെ നമ്മുടെ ദേവിക എന്ന് പറഞ്ഞിട്ട് കാലിക്കറ്റിലൊരു കുട്ടീനെയാണ് പാടിയത്, ദേവിക പ്രമോദ് എന്ന് പറഞ്ഞിട്ട്. പ്രമോദേട്ടൻ ആക്ച്വലി എൻ്റെ അമ്മയുടെ ഫ്രണ്ടാണ്, പ്രമോദേട്ടൻ്റെ മോളാണ്. അപ്പോൾ ദേവിക ചിത്ര ചേച്ചിയുടെ പ്രോഗ്രാംസിലൊക്കെ പാടാറുള്ളതാണ്. അപ്പം വളരെ മനോഹരമായിട്ട് ആക്ച്വലി പാടിയിട്ടുണ്ട് ആൾ. പിന്നെ അതിൽ അഭിനയിച്ചിരിക്കുന്നത് ഞാനും ചാരു ദീക്ഷ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുത്തുമണിയാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരാണുള്ളത്. അപ്പം നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ എന്താന്ന് പറയട്ടോ. മ്യൂസിക് ഡയറക്ടർ ആരാന്ന്? മ്യൂസിക് ഡയറക്ടർ സുനിൽ ഭാസ്കർ. സുനിലേട്ടനെ ഒട്ടുമിക്ക ആൾക്കാർക്കും അതായത് അറിയുന്നുണ്ടാവും. കാരണം അതായത് മീഡിയ റിലേറ്റഡ് ആൾക്കാർക്കൊക്കെ എന്തായാലും അറിയും. ബാക്കി എനിക്ക് എത്ര ആൾക്കാർക്ക് അറിയാം. രാജശ്രീ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ് കാലിക്കറ്റിലെ സ്റ്റുഡിയോ അത്രയും ഫേമസ് ആണ്. സുനിലേട്ടൻ ആക്ച്വലി ഒരുപാട് വർഷമായിട്ട് മ്യൂസിക് ഇൻഡസ്ട്രിയിലുള്ളതാണ്. അപ്പം ചിത്ര ചേച്ചിയിലാണെങ്കിൽ ദാസേട്ടനാണെങ്കിൽ അങ്ങനെ ഒരുപാട് മ്യൂസിക്സും കാര്യങ്ങളൊക്കെ റെക്കോർഡിങ് പരിപാടികളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം അത് കണ്ടു നോക്കൂ നിങ്ങൾ. രണ്ടിനും മ്യൂസിക് ആക്ച്വലി അച്ഛനും സുനിലേട്ടനും കൂടി ഇരുന്നിട്ടാണ്, എൻ്റെ അച്ഛനും സുനിലേട്ടനും കൂടി ഇരുന്നിട്ടാണ്. അത് ലിറിക്സ് അച്ഛൻ്റെ തന്നെയാണ്. എൻ്റെ അച്ഛനാണ് ലിറിക്സ് ചെയ്തിട്ടുള്ളത് 2 പാട്ടിൻ്റെ, തമിഴും മലയാളവും. അതേപോലെ തന്നെ സിനിമയുടെ സ്ക്രിപ്റ്റ് അച്ഛനാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ആക്ച്വലി ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു, നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ കയ്യിൽ നിന്ന് കാശിറക്കിയിട്ട് ചെയ്തതാണ്. അതുകൊണ്ട് കണ്ടു നോക്കൂ, എങ്ങനെയുണ്ടെന്ന് പറയൂ. അത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശിന് കുറച്ച് അതിലോട്ട് ഇട്ടിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ്. ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ്. നമുക്ക് ട്രയൽ അടിക്കുമ്പോൾ നമ്മൾ ചുമ്മാ വേറെ ആൾക്കാരുടെ കാശ് വെച്ച് കളിക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. ആൻഡ് ഡെഫിനറ്റ്ലി അത് ഇപ്പം നമ്മുടെ സൈൻമാക്സിൻ്റെ ഇതിലാണ് നമ്മൾ റിലീസ്
കാര്യങ്ങളുമെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് മൊത്തമായിട്ട്. അപ്പം അവരാണ് അതിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. ആൻഡ് ഓഡിയോ റിലീസ് സൂൺ ഉണ്ടാവും, അറിയിക്കാം. അപ്പം ഞാനിപ്പം ആക്ച്വലി ഇവിടെ ട്രിവാൻഡ്രത്ത് നോ പ്രൊഡ്യൂസ്ഡ് ബൈ രേണുക എന്ന് അത് നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ ഡെഫിനറ്റ്ലി. അപ്പം അങ്ങനെയാണ്. അപ്പം ഈ പാട്ട് ഞാനിത് പറയാൻ പറ്റിയില്ല, എനിക്ക് ആക്ച്വലി ഇന്നലെ കറക്റ്റ് സമയത്ത് പോസ്റ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അപ്പം ഞാൻ വീണ്ടും പോസ്റ്റ് ചെയ്യാം, എൻ്റെ സ്റ്റോറി ഒന്നും ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ പ്രൊഫൈൽ ബയോയിലും ഞാൻ ഇട്ടേക്കാം കേട്ടോ യൂട്യൂബ് ലിങ്ക്. നിങ്ങൾ കണ്ടു നോക്കൂ. ഒക്ടോബർ 2 മൂവി റിലീസ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. ചെറിയൊരു സിനിമയാണ്, വെറുതെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണെന്നാണ് എൻ്റെ വിശ്വാസം. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ആദ്യത്തെ സംരംഭമാണ്. ഞാൻ ഡയറക്ഷനിൽ എനിക്കൊരു എക്സ്പീരിയൻസും ഇല്ല. അപ്പം അത് വെച്ച് ഞാൻ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. എന്തായാലും കണ്ടു നോക്കുക, കണ്ടിട്ട് അഭിപ്രായം പറയുക. ഞാൻ അന്നേ പറഞ്ഞു, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്താണോ അഭിപ്രായം എന്ന് വെച്ചാൽ നിങ്ങൾ പറയുക. ബിക്കോസ് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് വാല്യുബിളാണ്. ആൻഡ് ഇനി അങ്ങോട്ടേക്ക് ഇതൊരു തുടക്കം മാത്രമാണ്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് അതൊരു ശീലമാക്കണമെങ്കിൽ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും ആവശ്യമുണ്ട്. അപ്പോൾ പറയൂ കേട്ടോ, എന്താണ് ഇഷ്ടപ്പെട്ടോ എന്താണെന്നൊക്കെ. അപ്പം ആദ്യം ഈ പാട്ട് രണ്ടും കണ്ടു നോക്കൂ. തള്ള് എന്നൊക്കെ പറയുന്നത് സത്യമായിട്ടും നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ പലർക്കും അങ്ങനെയൊക്കെ തോന്നും. എന്തായാലും കാണുക, കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ പറയുക കേട്ടോ. കാരണം ഞാൻ ആക്ച്വലി ഇത് ഒരു ആൾക്കാർ ത്രൂവും ഇതിന് പ്രൊമോട്ട് ചെയ്തിട്ടില്ല, ആരെക്കൊണ്ടും റിലീസ് ചെയ്യിപ്പിച്ചിട്ടില്ല, ഒന്നുമില്ല. നമ്മൾ യൂട്യൂബിലിട്ടു. ജസ്റ്റ് ഞാൻ നിങ്ങളോട് ഡയറക്റ്റാണ് പറയുന്നത്. കാരണം ഞാൻ എപ്പോഴും നിങ്ങളുമായിട്ട് ഡയറക്റ്റായിട്ട് കോൺടാക്റ്റ് ഉള്ള ആളാണല്ലേ. അപ്പോൾ അതുകൊണ്ട് വേറൊരു ആൾക്കാർ റിലീസ് ചെയ്തിട്ടോ അല്ലെ അങ്ങനെയൊന്നുമല്ല, ഇത് ഞാൻ ഡയറക്റ്റായിട്ട് തന്നെ പറയാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ റീൽസിൻ്റെ ലൈക്ക് നോക്കിയപ്പോൾ 26K എന്ന് പറയുമ്പോൾ 26K ആ ഒരു റീലിന് ആ ഒരു 15-30 സെക്കൻഡ്സിന് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ ഫുൾ മൂവി ഫുൾ സോങ്, അത് റീലല്ല, അത് ഫുൾ മൂവി സോങ്ങാണ്. അപ്പോൾ അത് യൂട്യൂബ് പോയി കണ്ടു കഴിഞ്ഞാൽ ഇറ്റ്സ് നൈസ് അല്ലേ. അപ്പോൾ അതുകൊണ്ടായി തോറ്റു നിങ്ങൾ ഡയറക്റ്റായിട്ട് പറയാമെന്ന് വിചാരിച്ചു. അതാണ് സംഭവം. അപ്പം എൻ്റെ സിനിമ ഞാൻ തന്നെ പ്രൊമോട്ട് ചെയ്യാനായിട്ട്, വേറെ ആൾക്കാരൊന്നുമില്ല. പി ആർ വർക്കും സംഭവങ്ങളും ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ ഇരുന്ന് പറയണം. അപ്പം ഞാൻ തന്നെ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 പാട്ടും ഒന്ന് കണ്ടു നോക്കുക. 2 പാട്ടും ഉണ്ട്. പിന്നെ ഡെഫിനറ്റ്ലി എൻ്റെ മീഡിയയിലുള്ള കുറേ ഫ്രണ്ട്സ്, കുറേ ആൾക്കാർ, ഞാൻ പറയാതെ തന്നെ ഒരുപാട് പേര് ഷെയർ ചെയ്തു. താങ്ക് യു സോ മച്ച്. ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. ഈവൻ ഞാൻ ഇന്നലെ എനിക്ക് റേഞ്ച് ഇല്ലാഞ്ഞിട്ട് ഇത് എനിക്ക് സ്റ്റോറി ഇടാനോ അല്ലെങ്കിൽ നിങ്ങളോട് പറയാനൊന്നും പറ്റിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞതിൻ്റെ മുന്നേ ഞാൻ റേഞ്ചിൽ ചിത്രാഞ്ജലിയിലായിരുന്നു, ഇവിടെ ട്രിവാൻഡ്രം ചിത്രാഞ്ജലിയിലാണ് എനിക്ക് ഷൂട്ട് നടക്കുന്നത്. അപ്പം ആ ഷൂട്ടിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞ് റേഞ്ച് കിട്ടിയപ്പോൾ തന്നെ ഞാൻ ചുമ്മാ അങ്ങനെ ഇത് റീലിടാൻ വേണ്ടി കയറിയപ്പം തന്നെ എനിക്ക് ഇൻസ്റ്റയിൽ ഇഷ്ടംപോലെ ആൾക്കാർ സ്റ്റോറി ഇട്ടിരിക്കുന്നു. ഒരുപാട് നന്ദി. കാരണം ഞാൻ പറയുക പോലും ചെയ്യാതെ നിങ്ങൾ എനിക്ക് തരുന്ന സ്നേഹവും സപ്പോർട്ടും ഉണ്ട്. താങ്ക് യു സോ മച്ച്. എനിക്ക് ഓരോ ആൾക്കാരുടെ പേരെടുത്ത് പറയാൻ ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. ഈ സ്നേഹവും സപ്പോർട്ടൊക്കെ എന്നും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം കരുവാൾ മനീഷ് എന്താണ് മൈൻഡ് ചെയ്യുമെന്നോ? ഹായ്, എത്ര വയസ്സായെന്ന് ചോദിക്കുന്നതിലൊന്നും വിചാരിക്കുന്നു. ഗൂഗിളിലുണ്ടല്ലോ എൻ്റെ വയസ്സ്. രാധിക ആരാധകനാണ്, ഒരു ഹായ് തരുമെന്നോ? സന്തോഷ്, ഹായ് സന്തോഷ്. ഒരിക്കലെങ്കിലും നേരിട്ട് കാണാൻ ഭാഗ്യം ലഭിക്കുമെന്നോ? അറിയില്ല രാജേഷ്, കാണാൻ പറ്റുമായിരിക്കും. ബിനു വർഗീസ് അറിയോ? ആങ്കർ എന്താ? ബിനോയ് വർഗീസ്, ബിനു അല്ല. സിജിത്ത് ഹലോ, ഹായ് ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട്. അനന്തു, ഹരി മുരളി ഹായ് ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് ഹരി ചേച്ചി, ഹായ് തരൂ. ഹായ്, ഞാൻ എല്ലാവർക്കും ഹായ് തരാം. നിങ്ങളൊന്ന് പോയിട്ട് ചുമ്മാ ഒന്ന് യൂട്യൂബിൽ കയറി നോക്കൂട്ടോ. കുക്കറി ഷോ കഴിഞ്ഞു. കുക്കറി ഷോ ഏഷ്യാൻ പ്ലസിലാണ് ഇപ്പം നടക്കുന്നത്. പാചകമുറി, അത് കുറച്ച് എപ്പിസോഡ്സ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതവിടെ നടക്കുന്നുണ്ട്. എന്തായാലും ഇതൊന്ന് നിങ്ങൾ കാണൂ, കണ്ടിട്ട് എന്നോട് അഭിപ്രായം പറയൂ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടോ, എന്താണ്, എങ്ങനെയുണ്ടെന്നൊക്കെ പറയൂ കേട്ടോ. മുത്തുമണി തെൻട്രൽ എന്നാണ് സിനിമയുടെ പേര്. സിനിമ ഒക്ടോബർ 2 റിലീസ് വരുന്നത്. എന്തായാലും ഒക്ടോബർ 2 നമുക്ക് കാലിക്കറ്റ് ഒരു പ്രിവ്യൂ ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അതോടുകൂടെ തന്നെ റിലീസ് ചെയ്യാന്നുള്ള പ്ലാനിലാണ്.
അപ്പം മിക്കവാറും ഒക്ടോബർ 2 നിങ്ങൾക്കത് കാണാൻ വേണ്ടി പറ്റും. ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ അന്ന് എനിക്ക് റേഞ്ച് ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ അപ്പം അന്ന് തന്നെ ലിങ്കും കാര്യങ്ങളൊക്കെ ഇടാം. പാട്ട് 2 എണ്ണം സോങ്സ് സൂപ്പർ ഇട്ടും. താങ്ക് യു സോ മച്ച് സച്ചിൻ. നീൽ താങ്ക് യു സോ മച്ച്. ഞാൻ വിളിക്കുന്നത് ബിനു എന്നാണ്. മാർഷൽ. ഓക്കെ മാർഷൽ തോമസ്. അപ്പം ഈ 2 പാട്ട് ഒന്ന് പോയിട്ട് കണ്ടു നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതായത് പാട്ട് ഇഷ്ടപ്പെടുന്നു പറയാൻ കാരണം കുറേ ആൾക്കാർ അതിൻ്റെ കോസ്റ്റ്യൂമിനെ പറ്റിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കമൻറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നെ മനസ്സിലായ ഫോട്ടോഗ്രാഫറാണ് അനന്തു സ്നാപ്സീഡ്. ഹായ്. ഞാൻ ഫുള്ള് വായിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നെ അറിയുമോ, ആരാണ്, സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അനീഷ്. ഹായ് അനീഷ്, സുഖമായിട്ടിരിക്കുന്നു. സോങ് സൂപ്പറാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. കാരണം എനിക്കും വീഡിയോ എല്ലാം കാണാൻ, ബട്ട് എന്നെയും ഒന്ന് ഫോളോ ചെയ്യുമെന്നോ. വീഡിയോ ഒക്കെ ഇഷ്ടമായി ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാമെന്നാണോ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങിയ എല്ലാ ആൾക്കാരും ഞാൻ ഫോളോ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ അല്ലാത്ത ഇത്രയും ആൾക്കാരും ഞാൻ തിരിച്ച് ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് പോസിബിളായിട്ടൊരു കാര്യമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനും ഫോളോ ചെയ്യാൻ, ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു കാര്യം അങ്ങോട്ട് വന്ന് നിങ്ങൾ പോയി കാണണം എന്ന് പറയുന്നതെന്ന് തോന്നുന്നു. ഞാൻ ഇതിന് മുമ്പൊന്നും വന്ന് നിങ്ങൾ കാണണം, സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം അധികം പറയാറില്ല. അല്ലെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നോ ഷെയർ ചെയ്യണമെന്നോ അങ്ങനെയൊന്നും ഇതും ഞാൻ ഇഷ്ടപ്പെട്ടാൽ ചെയ്യുമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ കാണണമെന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് അതിൻ്റെ ഫീഡ്ബാക്ക് കിട്ടാനും, അല്ലെങ്കിൽ അതിന് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിട്ട് വേണം എനിക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് പ്ലാൻ ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ 2 പാട്ട് കാണും. 2 സോങ്സ് ഞാൻ വീണ്ടും അതിൻ്റെ സോങ്സിൻ്റെ ലിങ്ക്സൊക്കെ ഞാൻ പറഞ്ഞ പോലെ ബയോയിലും അതേപോലെ തന്നെ സ്റ്റോറിയൊക്കെ ഇടാം കേട്ടോ. അപ്പം താങ്ക് യു സോ മച്ച്. ഇവിടെ ഷൂട്ട് നടക്കുന്നുണ്ട്. ചെറിയൊരു ബ്രേക്ക് കിട്ടിയപ്പോൾ ഒന്ന് കൈയോടങ്ങ് പറഞ്ഞു പോകാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ താങ്ക്സ് എ ലോട്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി പാട്ട് കണ്ടതും ഇഷ്ടപ്പെട്ട എല്ലാ ആൾക്കാർക്കും, ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ അഭിപ്രായങ്ങൾക്ക് അറിയിച്ചവർക്കും എന്നെ സപ്പോർട്ട് ചെയ്തവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക്സ് എ ലോട്ട്. ലവ് യു ഓൾ. കാണാത്ത ആൾക്കാരൊക്കെ കണ്ട അഭിപ്രായം പറയാം കേട്ടോ. ബൈ, ടേക്ക് കെയർ.